അങ്ങനെ നമ്മുടെ വണ്ടിയും കയറ്റിയല്ലേ പോയി ഡേഞ്ചറായിട്ട്. അതെ 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 അതെ. പുറകെ നിന്നൊക്കെ ഒത്തിരി വണ്ടിയുണ്ട്. ഇനി കുറച്ചുകൂടെ ഒക്കെ ഫില്ലാകാനുണ്ടല്ലേ? അതെ അതെ അതെ. ട്രെയിൻ കിടക്കുന്നുണ്ട്. നമ്മുടെ ഉത്തര കൊറിയൻ നായകൻ കിം ജോങ് ഉന്നിന്റെ നിറത്തിലുള്ള ട്രെയിൻ കിടന്നുണ്ട്. അതെ അതെ അതെ. അങ്ങോട്ട് നോക്കിയാ പോയി. അതെ 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 അതെ. ഇത് ചങ്ങല പിടിപ്പിക്കുക. ചങ്ങല പിടിപ്പിക്കുന്ന നമ്മുടെ വണ്ടിക്കും പിടിപ്പിക്കുമായിരുന്നു. അവർക്ക് 100 രൂപ കൊടുക്കണം. നമ്മുടെ വണ്ടി ഇപ്പം ഇടഭാഗത്താന്ന് തോന്നുന്നു നിൽക്കുന്നല്ലേ. ഇതിൻ്റെ ഒത്തിരി ഉണ്ട് പോയി അങ്ങോട്ട് ഒത്തിരി ഉണ്ട്. മുമ്പോട്ട് ഇത് കണ്ടില്ലേ, മുമ്പോട്ട് ഒത്തിരി ഉണ്ട്. ഫ്രണ്ട് അങ്ങാ വീഡിയോക്കകത്തല്ലേ കാണാൻ പറ്റുമോ എന്നുള്ള അറിയത്തില്ല. പക്ഷെ വേണ്ട ആടാ ഇത് കണ്ട വണ്ടിക്ക് ചങ്ങല ഇടുക. എല്ലാ വണ്ടിക്കും ഇടും ഇത് കൂട്ടല്ലേ. പിന്നെ അടുത്തതിന് നമ്മുടെ വണ്ടിക്കാണ് ഇടാൻ പോകുന്നത്. വണ്ടിയുടെ അടിയിൽ എല്ലാ വീലിലും ഇടുമായിരിക്കും അല്ലേ. ഇത് ലൈലാൻഡിൻ്റെ അവതാർ വണ്ടിയാണ്. ഇതേമാതിരി മൊത്തം ഫ്രണ്ടിൽ നിന്ന് ഇട്ടിട്ട് വരുക ഇല്ലേ. ഇത് കണ്ടോ കുറയുന്നുണ്ട്. ഹൗസിങ് പോയിട്ട് ഫ്രണ്ട് ആടാതിരിക്കാനുള്ള സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ മുമ്പോട്ടുള്ളതെല്ലാം ഇട്ടേക്കുവാ പോയി. അപ്പോൾ ഇങ്ങനെ ഒരു മുമ്പിൽ നിന്ന് ഇതിങ്ങനെ ഇട്ട് വരുക കണ്ടില്ലേ. ഈ സാധനത്തിലൊക്കെ അതെ ഭായി, അതെങ്ങനെ പറ്റുന്നത്? ഈ ട്രാക്കിന്റെ അനുസരിച്ചല്ലേ ഇതിന്റെ വീതി വരുന്നത്. അതെ അതെ, ശ്രദ്ധിച്ച് കയറിയില്ലെന്നുണ്ടെങ്കിൽ അല്ലേ, വളരെ നമ്മൾ തന്നെ എന്തോരം ശ്രദ്ധിച്ചാ കയറിയത്. ശ്രദ്ധിച്ച് കയറിയില്ലെന്നുണ്ടെങ്കിൽ അത് തന്നെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള സംഭവമാണ്. ടയർ പൊട്ടി പോകും. എത്ര രൂപ വില ഒരു ടയറിനല്ലേ. പലർക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, ടയറൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരിക്കും. അതെ 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 അതെ. റെയിൽവേ സ്റ്റേഷൻ കർണാടകത്തിലെ നമ്മുടെ ഗുഡ്സ് കയറ്റിയ റെയിൽവേ സ്റ്റേഷനാണ്. അല്ല, നമ്മുടെ വണ്ടി റോറോയിൽ കയറ്റിയ റെയിൽവേ സ്റ്റേഷൻ കർണാടകത്തിലെ സൂറത്കൽ. പാസഞ്ചർ ടെർമിനലായിരുന്നു. ഗുഡ്സ് വണ്ടി എങ്ങോട്ടോ പോകാൻ സിമെന്റാന്ന് തോന്നുന്നു. ഒരു ലോഡ് സിമെന്റുമായിട്ട്. ഇല്ല, സിമെന്റ് അല്ല ഭായി, ഇത് മറ്റെന്തോ മറ്റേ ധാന്യങ്ങളോ അങ്ങനെ എന്തോ സിമെന്റ് ആണോ? കേരളത്തിലോട്ടാ എന്തോ അങ്ങോട്ടാ കിടക്കണം. ഇഞ്ചൻ അങ്ങോട്ടാണ്. അതായത് ധാന്യമായിരിക്കും, പരിപ്പോ പയറോ കടലയൊക്കെ അല്ലേ. അതെ 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 അതെ. 24 മണിക്കൂറുള്ളിൽ അൺലോഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പെറ്റി കിട്ടും. അല്ല, എന്തായാലും ഫൈനോ അതാണ്ട് എന്തെങ്കിലും ആവും. നമ്മളെ കിടന്നു ലോറിക്കാരെ കിടക്കും 10 ദിവസം. അതെ. അല്ല, അത് എന്തോ പൈസ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും. അങ്ങനെ കണ്ട എന്തോ സംഭവമാണ്. ഇത്ര സമയത്തിനുള്ളിൽ അത് അൺലോഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലേ പൈസ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും. ഇന്ത്യൻ റെയിൽവേ ഈ സൈഡിൽ ഇതുപോലെ തന്നെ റോഡൂടെ പണിയണം. നല്ല കാര്യമായിരുന്നു. ഇന്ത്യൻ റെയിൽവേ റോഡൂടെ പണിയാണ്. എന്നാ കാര്യം, അതാകുമ്പോൾ അവരുടെ ലോറി ഇട്ട് ഓടുന്നു. കറക്റ്റ് സമയത്ത് ലോഡ് ഇറക്കുന്നു. വിഷയങ്ങളൊന്നുമില്ല. നമുക്ക് ഇന്ത്യൻ റെയിൽവേ ഡ്രൈവർമാർ ഒരു പുതിയ തസ്തികയൊക്കെ വന്നു. അതെ അതെ അതെ. പുതിയ ഓരോ അതെ അത്രയും പേർക്ക് ജോലി കിട്ടുകയല്ലേ. ജോലി സാധ്യത വേണം. ജോലിയില്ല ഇവിടെ. നമ്മളെന്തോ എല്ലാ കുറേ ഇപ്പോൾ കേരളത്തിൽ പഠിച്ച ആൾക്കാരല്ല, കുറേ കഴിയുമ്പോൾ ഡ്രൈവർ അവസാനം ഗതിയില്ലാതെ വരുമ്പോഴാണ്. അല്ല, നമ്മുടെ പണി അത്ര മോശപ്പെട്ട പണിയൊന്നും അല്ലല്ലോ പോയി. കാര്യം ഉപ്പോട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ നമ്മളെ കൂട്ടുള്ള ആൾക്കാരല്ലയോ പറഞ്ഞ കൂട്ടായത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇനിയിപ്പം ഓരോ അവിടെ വരെ പോയി ഒരു ചായ കുടിച്ചാലോ? അതെ അതെ, അവിടെ ചായക്കടയുണ്ടോ? ഇത് മറ്റേ പാസഞ്ചർ ട്രെയിൻ വരുന്ന ട്രാക്കാ അല്ലയോ? നമ്മുടെ വണ്ടി ഗുഡ്സ് വണ്ടിയുടെ അപ്പുറം കിടക്കുക, നമ്മുടെ റോറോ. വെള്ളം ഒരു ഇതും വാങ്ങിച്ചല്ലയോ? കടി. അതെ അതെ അതെ. പക്കാവട പോലത്തെ അല്ല വായി, അത് പക്കാവടയാ. എന്തേ പക്കാടല്ലേ? അത് പക്കാടയാ. എൻജോയ്മെന്റ്. അതെ 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 അതെ. എന്തായാലും നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാൻ പായി, ഇതൊക്കെ നടന്നേ വണ്ടിയിലോട്ടങ്ങ് പോവാം. ആ ജെബിയുടെ വണ്ടിക്കാരനില്ല, ഒരു ചെറിയ വണ്ടി, ചെറിയ വണ്ടിയാ, ജയഭാരതില്ല. ആ ചേട്ടനെ അവിടെ കിട്ടുന്നുണ്ട്. അത് ഈ പുള്ളി ഏലൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ആ പുള്ളിയെ കണ്ടതാണ്. ഏലൂർ ഇറക്കിയിട്ട് പുള്ളി
ഇപ്പം ലോഡ് കയറ്റി അങ്ങോട്ട് പോവാം. അതെ അതെ അതെ, വാശിയിലോട്ട് വാശിയിലോട്ടല്ലേ? സിംഗിൾ 6 വീലാ അല്ലേ? സിംഗിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടി. സിംഗിൾ ഓപ്പറേറ്റിംഗ്. അതെ 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 അതെ, അതിനകത്തോടെ ഓടിക്കാം. ഓടിയില്ലെങ്കിൽ ഈ കാര്യങ്ങൾ മൊത്തം അതെ ചടങ്ങാവുന്നു. അതെ അതെ, ഇതുകൊണ്ട് സ്റ്റേഷനിലൊക്കെ കൊണ്ടുവന്ന് നമ്മൾ അത് പിടിച്ചിടുമായിരിക്കും. ഈ ജോലി ഫീൽഡിൽ ഡബിൾ ഡ്രൈവറിന് പോകുമ്പോൾ 2 പേർക്ക് ഒത്തൊരുമില്ലെങ്കിൽ ഭയങ്കര പാടാണ്. അതെ 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 അതെ, ബുദ്ധിമുട്ടാണ്. അതെ, ഒരുത്തൻ ചെയ്യുന്നത് എല്ലാം ശരിയും മറ്റൊരുത്തൻ ചെയ്യുന്നത് മുഴുവൻ തെറ്റും. അതെ, അങ്ങനത്തെ എന്താ പറയുന്നത്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ 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 അതെ, അതിനെ ഞാൻ ഗവേഷണം നടത്തി, പല രീതിയിലും ഗവേഷണം നടത്തി നോക്കി. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് 100-ന് 101% അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തയ്യാറാണ്. അവസാനം നമ്മൾ എന്ത് ചെയ്യും? അതെ, നമ്മൾ ഇട്ടേച്ച് നമ്മൾ അടുത്ത മേഖലയിലോട്ട് എന്ത് ചെയ്യണമെന്ന് ചില ആൾക്കാരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ നമ്മളെ ചില ഡ്രൈവർമാരെ പരിചയമുള്ളവരെ കണ്ടാൽ ഞാൻ മിണ്ടുകയല്ല. അവരുടെ ഉള്ളിൽ മുഴുവൻ ഈ ഗർവ് ചിന്തയാണ്. അതെ അതെ അതെ, ഞാനാ വലിയവൻ, നമ്മളിൽ ഏറ്റവും ചെറിയവനാണെന്ന് ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതെ അതെ, ഏറ്റവും വലിയവൻ എന്ന് ധരിക്കുന്നവനുണ്ടല്ലോ, അതെ, അയാളെപ്പോഴും എന്താ പറയുന്നത്, നമ്മൾ പരാജയ വിജയത്തിന് മുന്നോടി എന്ന് പറയല്ലേ. എനിക്ക് എപ്പോഴും വിജയം നേടണമെന്ന് ആഗ്രഹിക്കാറുണ്ടല്ലോ, അതെ, അത് പരാജയത്തിലേക്ക് കൂട്ടുപോകും. അതെ 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 അതെ, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരോടും പിണക്കോ ഇല്ലായിരിക്കുമോ ഒന്നുമില്ല കേട്ടോ. ആരോടും ഇണക്കങ്ങളും ഇല്ല, പിണക്കവും ഇല്ല. അതായത് സമദൂരമാണ്. ആരുമായിട്ട് പ്രത്യേകിച്ച് അല്പം അടുപ്പവും ഇല്ല, അല്പം അകലിച്ചേയില്ല. ബാഹ്യമായിട്ടാണെങ്കിലും നമ്മളൊരു മിതത്വമായി ഒരേ മൂവ്മെന്റ് നമ്മൾ കടന്നു പോകാന്നുള്ളതാണ്. അതെ അതെ അതെ, ഞാൻ എല്ലാവരോടും കാണാൻ ഞാൻ മിണ്ടും. ഈ ആരോടും മിണ്ടാതിരിക്കത്തില്ല. എന്നോട് മിണ്ടിയാൽ 90% ഞാൻ മിണ്ടും. എന്നോട് മിണ്ടുന്നില്ലെങ്കിൽ ആദ്യം ഒന്ന് മുഖം കൊടുക്കുക. ഈ ലോറി ലൈഫിലെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവും. നമ്മളെ മിണ്ടാതെ വരുമ്പോൾ നമ്മൾ പിന്നെ എന്നാലും മുഖം കൊടുക്കും. മിണ്ടാതെ വരികയാണെങ്കിൽ പിന്നെ നമ്മൾ കയറിയിട്ട് മിണ്ടത്തൊന്നുമില്ല. നമ്മളെന്തിനാ ഈ ആൾക്കാരോട് പിണക്കവും പരാതിയും കുറ്റമൊക്കെ വെച്ചിട്ടൊന്നും കാര്യമില്ല. അതിലൊന്നും വലിയ നേടാനൊന്നുമില്ല. നമ്മുടെ വണ്ടി അങ്ങ് കിടക്കുമല്ലേ ഭായി? പുറകിൽ ഇനി കുറച്ച് വണ്ടികളും കൂടെ കയറാനുണ്ട് അല്ലേ? അങ്ങോട്ട് കുറച്ച് വണ്ടികളും കൂടെ കയറാനുണ്ട്. അതൊക്കെ വന്നതിന് ശേഷം ഇത് പോത്തുള്ളായിരിക്കും. സിംഗിൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന പുള്ളിയെ കണ്ടില്ല? അതെ അതെ അതെ, കണ്ടായിരുന്നു. എന്തോന്നല്ല ഒരു ചീൻ വണ്ടി കണ്ടില്ലേ? അടൂരുള്ള ഡ്രൈവർ സിംഗിൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പുള്ളി ഡബിൾ ഡ്രൈവർ ഓടിക്കൊണ്ടിരുന്ന. അതെ, പുള്ളി പറഞ്ഞ് ഇപ്പൊ രണ്ടുപേരും ഒക്കാഴിക വന്നതുകൊണ്ട് പുള്ളി സിംഗിൾ ആയിട്ട് ഓടും. അഹമ്മദാബാദും ജയ്പൂരും ഒക്കെ പുള്ളി തന്നെ 14 വീല് പുള്ളി തന്നെയാ പോകുന്നത്. അതെ, കരിച്ച പുള്ളി പറഞ്ഞ് ഒരു തരത്തിലും പറ്റിയെന്ന് പറയും. പുള്ളി തന്നെ ഓടിച്ചാ പോകുന്നത്. അതെ, ആ രീതിയിലുള്ള ലോഡാ പുള്ളി എടുക്കുന്നത്. പുള്ളി അവിടെ കിടക്കുക. പുള്ളി എന്നാ പറഞ്ഞില്ല, പുള്ളിയുടെ വണ്ടി വന്നില്ല. പുള്ളി നമ്മളെ പറഞ്ഞില്ല, പുറകെ വരാൻ പറഞ്ഞില്ല. പുള്ളിക്ക് നമുക്ക് അഹമ്മദാബാദിലെയൊക്കെ നമ്പരൊക്കെ തന്നില്ല. ഷെഡില്ലേ? പിന്നെ അഹമ്മദാബാദ് ഇറക്കാനുള്ള ഗൈഡിന് അതെന്തോ അതിന്റെ ആ വീലിന്റെ അടുത്ത് എന്തോ ചെയ്യുന്നത് എന്തോ എഴുതുന്നു നോക്കിയാ റെയിൽവേയുടെ എന്തോ ഉദ്യോഗസ്ഥ. അത് എല്ലാ വണ്ടിയിലും അങ്ങനെ അത് വെച്ച് നോക്കിയിട്ടേ എന്തോ ഇലക്ട്രിക്കൽ സംഭവമാണത്. എല്ലാ വണ്ടിയിലും ചെയ്യുന്നുണ്ട്. അത് വെച്ച് നോക്കി എന്തോ ചെക്ക് ചെയ്ത് എല്ലാ കാര്യം എന്തുവാണെന്നുള്ളത് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ജോലിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും. അതെ അതെ അതെ, വണ്ടി നമ്പറും കാര്യങ്ങളും ഒക്കെ എഴുതുന്നുണ്ട്. അതിൻ്റെ ഇലക്ട്രോണിക്സിൻ്റെ 2 വയർ മാതിരിയുള്ള സംഭവം ആ ടയറിൻ്റെ ആ ഡിസ്കിൻ്റെ അവിടെ എന്തോ വെച്ച് നോക്കുക. എന്തുവാന്നുള്ളത് പിടി കിട്ടുന്നില്ല. അല്ല, ഇതിപ്പോൾ ആ പുള്ളിക്കാരനെ എന്നെ വിളിച്ചിട്ട് പറയുമായിരുന്നു, ഈ ചെയിനൊക്കെ എന്തിനാ എടുത്ത് താഴെ ഇട്ടേക്കുന്നത്, എടുത്ത് ഉള്ളിടാറുണ്ട്. വായി നമ്മുടെ വണ്ടിയുടെ ടയറിനകത്ത് അല്ലേ? ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യും, ടയറിനകത്ത് പിടിക്കണ്ടല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് വായി എടുത്ത് താഴെ ഇട്ട നമ്മുടെ വണ്ടി കിടക്കുന്നിടത്ത്. അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ എടുത്ത് ഉള്ളിലിട്ടാലേ അവരത് എടുത്ത് ഇത് ഓക്കെ ചെയ്യത്തുള്ളൂ. അഴിച്ചെടുത്തോളുമായിരിക്കും. എടുത്ത് ഉള്ളിലോട്ട് ഇട്. എല്ലാം എടുത്തിടണം. അപ്പുറത്തെ സൈഡ് ഇട്ടായിരുന്നോ? എല്ലാം എടുത്തിട്ടോ. വെയിറ്റ് ഉണ്ടോ ഭായി? തന്നെ വെയിറ്റാ. എനിക്ക് വായതെടുത്ത് താഴെ ഇട്ടപ്പോഴേ എനിക്ക് തോന്നി ഇത് പണി കിട്ടുമെന്ന്. മറ്റേ നമ്മളിപ്പോൾ ആ പുള്ളിക്കാരനെ കണ്ടില്ലായിരുന്നോ? ആ പുള്ളി നമ്മുടെ വണ്ടി നമ്പർ വെച്ചിട്ട് പറഞ്ഞതാ, ചെയിനൊക്കെ എന്തിനെടുത്ത് താഴെ ഇട്ടേക്കണേ
എടുത്ത് നമ്മുടെ സിസ്റ്റം സിസ്റ്റം അങ്ങനെയാണ്. അല്ല നമ്മൾ ഇത്രയും പൈസയൊക്കെ കൊടുത്തിട്ടില്ലേ സാധനം. സിസ്റ്റങ്ങളെല്ലാം. ഇനിയിപ്പോ നമ്മുടെ ഇതൊക്കെ എടുത്ത് ഉള്ളി വെക്കണമല്ലോ പോയി, നമ്മുടെ മുറുക്കും വെള്ളമൊക്കെ എടുത്ത് ഉള്ളി വെക്കണം. ഇനിയിപ്പോ നമുക്ക് അങ്ങോട്ട് കയറാൻ പോയി, കയറിയിട്ട് ഇനി അപ്പുറത്തെ സൈഡിലും ചെയിൻ എടുത്ത് അതേമാതിരി ഇട്ടേക്കുമല്ലയോ. എന്നാ കയറിക്കോ പോയി, സൂക്ഷിച്ച് കയറ്. പെതുക്കെ നടന്നു പോകും, പെതുക്കെ നടന്നു പോകും, സൂക്ഷിച്ച് നടന്നേ. വണ്ടിയുടെ ഫ്രണ്ടിലെത്തിയല്ലോ. ഇതാ ഇഞ്ചൻ അല്ലേ, ഡബിൾ ഇഞ്ചനാ. ഒരു സാധനം കൊടുക്കാനുണ്ട്. അണ്ണൻ എന്നാ പറഞ്ഞേ? 2012 മോഡലാണോ? ആ അതെ അതെ, 2 ഇഞ്ചനാ. അതെ 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 അതെ, പേപ്പറും കാര്യങ്ങളൊന്നും എന്റെ കയ്യിലില്ല. അതൊക്കെ റെയിൽവേയുടെ ചോദിച്ചാണോ? അതെ അതെ അതെ, പക്ഷെ എല്ലാം ഗ്യാരണ്ടി ആട്ടോ. അതെ അതെ അതെ. പിന്നെ കൊണ്ടുപോയിട്ട് അയ്യോ എന്നെ പിന്നെ പോലീസ് പിടിച്ചു അല്ലെങ്കിൽ ഇവർ പിടിച്ചു എന്നോട് ചോദിച്ചേക്കാം. അല്ല, ഇന്ത്യൻ റെയിൽവേയിലെ പഞ്ചാബിലുള്ള ഒരു സിംഗിന് 24 മണിക്കൂറത്തേക്ക് പുള്ളിക്ക് റെയിൽവേയുടെ ഒരു കോടതി വിധി 24 മണിക്കൂർ. അത് കഴിഞ്ഞാൽ അസാധുവായി പോയി കേട്ടോ. അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അസാധുവായിട്ടില്ല. പുള്ളിക്ക് ഒരു ട്രെയിൻ പുള്ളിയുടെ പേരിലായി. ബൈക്ക് വേണം എടുത്തോ പോയി. ഏനാ ട്രെയിനാ? ഓ എനിക്ക് വേണ്ട പോയി, നമുക്ക് അതിന്റെ ഫ്രണ്ട് ഒന്ന് കണ്ടേച്ചും വരാം. എന്തായാലും ഈ ഇഞ്ചനാണല്ലോ നമ്മുടെ വണ്ടിയൊക്കെ വലിച്ചോണ്ട് പോകാൻ പോലെ. നമ്മളാ ഇഞ്ചൻ കണ്ടില്ലെന്ന് വേണ്ട. ഏതാ? ഏതാ? സാന്താജി സമരോഹ് ഭാരതീയ വിരിഷ്കൃതീകരണ സൗ ഗൗരവശാലിവ. 2 ഇഞ്ചിനും ഇതിന്റെ പ്രത്യേകത എന്താ പറയാ, ഇതിന് ക്ലച്ചില്ല. ക്ലച്ചില്ല. ഇതിന് വേറെ എന്താ സിസ്റ്റം ഇത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ പോയി നമ്മള് നടന്ന് നമ്മളിതിന്റെ മുന്നിൽ അതായത് ഈ 2 ഡബിൾ ഇഞ്ചിനാണേ. ഇത് കണ്ടുപിടിച്ചാൽ ഭയങ്കര തലമണ്ടയാണ്. അതെ അതെ അതെ, ഇത്രയും വണ്ടികള് ഈ 2 ഇഞ്ചനാണ് വലിച്ചോണ്ട് പോകാൻ പോകുന്നത്. അതുകൊണ്ടോ പിന്നെ ലൈറ്റ് ഒക്കെ കണ്ടോ? അതെ അതെ അതെ, 2 ഡബിൾ ഇഞ്ചിനാണ് ഇത് വലിച്ചത്. ഡബിൾ ഇഞ്ചനാണ്. ട്രാക്ക് റേഡിയൻസ് ഒക്കെ ഉണ്ടോ? ചെറിയ റേഡിയൻസ് ആണ്. അതെ. ഫസ്റ്റ് വണ്ടി എന്തായാലും ഒരു കേരള വണ്ടിയാണ്. ഇഞ്ചന്റെ പുറകെ വന്നേക്കുന്നത് ഇലക്ട്രിക് ഇഞ്ചനാ അല്ലേ? 600 അടി ഇത് ഇലക്ട്രിക് ഇഞ്ചനാണോ? ഇതിന് 600 അടി 700 അടി നീളം വരും. ഇതിനകത്ത് ഒത്തിരി ശ്രദ്ധിക്കാൻ. ഇത് ഇലക്ട്രിക് ഇഞ്ചനാണോ? അല്ല, ഇലക്ട്രിക് ഇഞ്ചൻ അല്ല, ഡീസൽ ഇഞ്ചനാന്ന് തോന്നുന്നത്. ഡീസലാ ഇത്, ഇലക്ട്രിക് അല്ല. ഇടയ്ക്ക് ഇത് മാറും. രണ്ടും ഉണ്ട്. അതുകൊണ്ടോ? ഉണ്ട് 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 ഉണ്ട്. അത് പൊക്കുന്ന സംവിധാനം. ഇതിന്റെ വേറെ പരിപാടി എന്നാന്നറിയോ? ഇതിന് 600-700 അടി നീളം വരും. ഇത് വളവൊക്കെ ഉണ്ട്. വളവ് വരുമ്പോൾ സ്പീഡ് കുറയ്ക്കണം. പിന്നെ ഇത് പാതകളുണ്ട്, ഓവർ ആക്സിലറേറ്ററിംഗ് ഉണ്ട്, ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്, ഒത്തിരി പരിപാടിയുണ്ട്. നമ്മൾ എന്താ പറയാ, നമ്മൾ ആ ലോറി ഓടിക്കുന്നത് അതുപോലെ തന്നെ. ഇതൊക്കെ ഞങ്ങളുടെ അടുത്തൊരു ഞാനൊരു പുള്ളിയെ കണ്ടിട്ടുണ്ട്. പത്തനാട് റേഞ്ചിൽ ഈ ട്രെയിൻ ഓടിക്കുന്ന ഒരാളാണ്. ഭയങ്കര ശാന്തശീലനായ ഒരു മനുഷ്യനാണ്. പുള്ളി ഒരു 750 അടി നോക്കുന്ന ട്രെയിൻ ഓടിക്കുന്ന ആളാണ്. ഒരു ശാന്തമായിട്ട് അയാൾ നടന്നു പോകുന്നത്. അതെ, ഏതായാലും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. അതെ അതെ, നമ്മൾ ആദ്യമായിട്ടാണ് ഈ സാധനത്തിനകത്ത് കയറുന്നത്. എന്തായാലും ഇതിൻ്റെ പുറകിലോട്ട് ആദ്യം കിടക്കുന്നത് ഒരു കേരള വണ്ടിയാണ്. അതെ അതെ, 2 ഇഞ്ച്. പോയേക്കാം. അതെ, 2 ഇഞ്ചനും കഴിഞ്ഞ് അല്ലേ നമ്മളിങ്ങനെ ആ 2 ഫസ്റ്റ് അവിടെ അല്ലേ, ഫസ്റ്റ് ഇഞ്ചൻ അവിടെ, രണ്ടാമത്തെ ഇവിടെ മുതൽ ഇനി അങ്ങോട്ട് വണ്ടികളാണ്. ഇത് ഡീസലിൽ ഓടുന്നില്ല. ഡീസലിൽ ഓടുന്നില്ല. അതെ അതെ അതെ, ആ സാധനം പൊങ്ങും. അതിങ്ങനെ ലൈനയിലോട്ട് എന്താ കറണ്ട് വഴിയാണ് ഇതിന്റെ പ്രവർത്തനം. ഇലക്ട്രിക് ബൈക്സ് ഒക്കെ ചൈനയിൽ ഓടുന്ന പോലെ. അതെ 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 അതെ, ഞാൻ കണ്ടിട്ടുണ്ട് ഇലക്ട്രിക് ബൈക്സ് ഇങ്ങനെ റൂട്ട് മാറി ഇങ്ങനെ അതിങ്ങനെ പൊങ്ങി ഇതുപോലെ തന്നെ ഓടുന്ന കണ്ടിട്ടുണ്ട്. വല്ല യൂട്യൂബ് ചാനലിലൊക്കെ ആയിരിക്കും അല്ലേ? നമ്മുടെ പോലെ എയർ സിസ്റ്റം ഉണ്ട്, എയർ ബാഗ് ഉണ്ട് ഉണ്ട്. എയർ ടാങ്കുകളും കാര്യങ്ങളും. സെയിം സിസ്റ്റം. എനിക്ക് ഈ ട്രെയിനിന്റെ സൗണ്ട് ഇതില്ലേ, ട്രെയിനിന്റെ ആ ചങ്ങലേടി ടയർ, ഇതിന്റെ ആ ഈ ചക്ര ഉരുളുന്ന സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ട്രെയിനിന്റെ യാത്ര നല്ല രസമാണ്. ബായിക്ക് ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ് ട്രെയിൻ യാത്രയല്ലേ. ചില ആൾക്കാർക്ക് ഇഷ്ടമില്ല, ചിലർ ബസ്സൊക്കെ കയറി പോകുന്നവരുണ്ട്. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് നീങ്ങിയേക്കാം. ഓക്കെ.